അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറുടെ പ്രസ്താവനയും താന്ത്രി കുടുംബത്തിലെ അംഗത്തിന്റെ പ്രതികരണവും വളരെ ഭംഗിയായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശബരിമലയിലേക്ക് കയറി പോകുമ്പോൾ ഹൈന്ദവ ഭക്തന്മാരായ ആളുകൾ വാവർ വലി എന്ന് മുസ്ലിമീങ്ങൾ വിശേഷിപ്പിക്കുന്ന, ഹൈന്ദവർ വാവർ സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്ന മഹാന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ കാണിക്ക സമർപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിലേക്ക് ഹൈന്ദവ ഭക്തരായ സ്വാമിമാർ കയറിപ്പോകാറുള്ളത്. പക്ഷെ കേരളത്തിലെ എന്നും വർഗീയതയുടെ വിഷം ചീറ്റുന്ന ഒരു ടീച്ചറുണ്ട്. സ്നേഹത്തിന്റെ നെൽത്തണ്ണീർ തുളമ്പുന്ന, സമാധാനത്തിന്റെ കലമുടക്കാൻ ശ്രമിക്കുന്ന ഒരു ടീച്ചർ. ആ ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത ആഭിമുഖ്യത്തിൽ വാവർ മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നില്ല, വാവർ സ്വാമി എന്ന് പറയുന്ന അല്ലെങ്കിൽ വാവർ വലി എന്ന് മുസ്ലിമീങ്ങൾ വിശേഷിപ്പിക്കുന്ന കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും മുസ്ലിമീങ്ങളുടെ സ്നേഹ, ഹൈന്ദവ ഹിന്ദു മുസ്ലിമീങ്ങളുടെ സൗഹൃദത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനമായി ലോകത്ത് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ മെല്ലെ മെല്ലെ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള വർഗീയവാദികളുടെ ഗൂഢമായ നീക്കത്തിന്റെ ആദ്യത്തെ തുടക്കമാണോ ഇത് എന്ന് ചിലപ്പോൾ നമ്മൾക്ക് തോന്നിപ്പോവുകയാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത്, കേരളത്തിലും ഇന്ത്യ രാജ്യത്തുമൊക്കെ ഹിന്ദു മുസ്ലിമീങ്ങളുടെ ഐക്യത്തിന്റെ ധാരാളം ചരിത്രപരമായ വർത്തമാന കാലത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാവർ വലി എന്ന് പറയുന്ന, വാവർ സ്വാമി എന്നവർ വിശേഷിപ്പിക്കുന്ന പീരുമേട് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ വളരെ തലയെടുപ്പുള്ള നല്ല ഗാംഭീര്യമായ ഒരു പള്ളിയടക്കമുണ്ട് അവിടെ. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഹൈന്ദവരെ ഏകോപിക്കുന്ന ഒരു ക്ഷേത്രമെന്നൊരു പക്ഷെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന, അയ്യപ്പന്റെ ദർശനം തേടി മല കയറിപ്പോകുന്ന മുഴുവൻ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവരുടെ മുന്നിലും ഇന്ത്യ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് വാവർ പള്ളിയും അതുപോലെ തന്നെ ശബരിമലയുടെ ചുറ്റുവട്ടങ്ങളും. എന്താണ് ഇന്ത്യ? ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് അനേകായിരം വർഷങ്ങളുടെ പഴക്കമുള്ള, സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ധാരാളം ചരിത്ര പശ്ചാത്തലങ്ങളുള്ള, ലോകത്ത് വിവിധ ജാതി മത വ്യത്യാസഭേദമന്യേ ജനങ്ങളുടെ ആരാധനാലയങ്ങളും അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും അതുപോലെ സംസ്കാരങ്ങളും ഭാഷകളുമൊക്കെ തോളോട് തോളൊരുമി നിൽന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തിന് മാതൃക സൃഷ്ടിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ യഥാർത്ഥ മുഖമെന്തെന്ന് ശബരിമലയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബോധ്യപ്പെടും. കാരണം എന്തുകൊണ്ട്? വർഗീയതയുടെ അനുഭവങ്ങളുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ പുറത്തുനിന്നും പലപ്പോഴും സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്ന് അയ്യപ്പനെ തേടി വരുന്ന ഭക്തരായ ആളുകൾ കാണുന്ന കാഴ്ച, ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ വാവർ എന്ന് പറയുന്ന ഒരു ആത്മീയാചാര്യനായും വലിയായും ആത്മീയ പുരുഷനായും ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ആ വാവർ പള്ളിയുടെ മുന്നിൽ കാണിക്ക സമർപ്പിച്ചുകൊണ്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി കയറിപ്പോകുന്ന വല്ലാത്തൊരു ഉദാഹരണമുണ്ട്. ഒരു വല്ലാത്ത സന്തോഷകരമായ ആനന്ദകരമായ ഒരു അനുഭവമുണ്ട്. ഇത് കേവലം ശബരിമലയിലെ മാത്രം സാഹചര്യമാണോ? അല്ല. പൊന്നാനിയിലെ മഹ്ദൂമുമാരുടെ പള്ളിയും അവിടുത്തെ അമ്പലവും തമ്മിലുള്ള സൗഹൃദപരമായ അന്തരീക്ഷം അത് മാത്രമാണോ സഹോദര? അഥവാ കണ്ണൂരിൽ ചെന്ന് കഴിഞ്ഞാൽ അറക്കൽ രാജവംശവും ചിറക്കൽ കുടുംബവും തമ്മിലുള്ള വളരെ സൗഹൃദപരമായ, അറക്കൽ രാജവംശം എന്ന് പറയുന്നത് അതൊരു മുസ്ലിം കുടുംബമാണ്, മുസ്ലിം രാജകുടുംബമാണ്. അതിന് സമാനമായി കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ പൂർവികരായ ആളുകളുടെ തറവാടാണ് ചിറക്കൽ എന്ന് പറയുന്നത്. ഇവര് തമ്മിലുള്ള സൗഹൃദ ബന്ധം, ഗുരുവായൂർ അമ്പലം നിൽക്കുന്ന ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവരുടെ പുണ്യകേന്ദ്രമാകുന്ന ആ അമ്പലത്തിന്റെ പരിസരത്തും തിങ്ങി താമസിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു അമ്പലവും ഭക്തജനങ്ങളും വന്നുപോകുന്നുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത 1000 ഉദാഹരണങ്ങളുണ്ട്. മമ്പുറം തങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ആത്മീയാചാര്യനും വൈദേശിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് ലോകത്തിന് മാതൃക സൃഷ്ടിച്ച, അനീതിക്കെതിരെയും അധർമ്മത്തിനെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പൊരുതുമ്പോഴും രാജ്യത്തെ ഹിതര മതസ്ഥരെ വളരെ കൂടുതൽ മാനിച്ച് കൊന്തുനായർ എന്ന് പറയുന്ന
ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു മഹാനായ മമ്പുറം തങ്ങൾക്ക്. ചരിത്രത്തിലെ വളരെ സുവർണാധ്യായങ്ങളുള്ള ഏടുകളാണത്. അങ്ങനെ ആരുടെ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെ കേരളത്തിന് ബോധ്യപ്പെടുമെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനമാകുന്ന ഡൽഹിയിലേക്ക് ചെല്ലുക. ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15-നും നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് മുസ്ലിംകളായ ഭരണാധികാരികളായ മുഗളന്മാർ പടുത്തുയർത്തിയ ചെങ്കോട്ടയിൽ നിന്നാണ്. ആ ചെങ്കോട്ടയുടെ കവാടത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചന്തയും അങ്ങാടിയും ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോ നിരനിരയായി അമ്പലവും പള്ളിയും കാണാം. ജൈനമത വിശ്വാസികളുടെ അമ്പലം, അടുത്തത് ഹിന്ദുക്കളുടെ ക്ഷേത്രം, അടുത്തത് സിഖുകാരുടെ ഗുരുദ്വാര, തൊട്ടപ്പുറത്ത് അടുത്തു നിൽക്കുന്നത് മുസ്ലിങ്ങളുടെ പള്ളി. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നൊരു നോക്കിയാൽ അവിടെ കാണുന്ന കാഴ്ചയും എന്താണ്? മുസ്ലിം പള്ളിയും ക്രിസ്തവരുടെ ചർച്ചും ഒറ്റ നോട്ടത്തിൽ 3-4 മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവിന്റെ ആ മനുഷ്യത്വപരമായ, സൗഹൃദപരമായ, മതേതരപരമായ, മാനവികമായ മുഖത്തെ ഈ രാജ്യത്ത് എവിടെ ചെന്നാലും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾക്ക് ഉയർന്നു വരാൻ സാധിക്കുകയില്ല. കാരണം മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഇതര മതസ്ഥരും സൗഹൃദത്തിൽ കഴിയാനുള്ള അന്തരീക്ഷം എന്താണ്? അയൽപക്ക ബന്ധങ്ങൾ പള്ളിയിലും അമ്പലത്തിലും വീടുകളിലുമൊക്കെ ഉണ്ട്. ഇടകലർന്ന് വിവിധ മതസ്ഥർ താമസിക്കുമ്പോ അവരുടെ വീടുകൾ ഇടകലർന്ന് നിൽക്കുന്നത് പോലെ അവരുടെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഇടകലർന്ന് നിൽക്കുന്നത് സ്വാഭാവികമാണ്. ഇവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഈ ടീച്ചർ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോ അതിനെതിരെ ശബരിമല താന്ത്രി കുടുംബത്തിലെ അംഗമാകുന്ന യുവാവാകുന്ന രാഹുൽ ശേഖർ എന്ന് പറയുന്ന അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു 1950 കോടതിയിൽ ഇത് ചർച്ച നടന്നതാണ്. പക്ഷേ അദ്ദേഹം മുസ്ലിമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ശബരിമലക്കുള്ളിൽ അഥവാ ശബരിമലയിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെയും ബാബരി വലിയ ആരാധന നടത്തുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ എവിടെയും ഒരു പ്രതിമയോ ബിംബമോ കാണുന്നില്ല എന്നാണ് രാഹുൽ ശേഖർ പറയുന്നത്. അതുകൊണ്ട് ബാബരി സ്വാമി മുസ്ലിമാണെന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു. അവിടെയാണ് അദ്ദേഹത്തിന് 1000 ലൈക്ക് കൊടുക്കാൻ നമുക്ക്. അദ്ദേഹം പറഞ്ഞു സമുദായ ഐക്യത്തിന്റെ പേര് പറഞ്ഞ് സാമുദായിക ഐക്യ സംഘത്തിന്റെ സംസ്ഥാന സാരഥിയാണ് ഈ ടീച്ചർ. ഈ ടീച്ചറോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഹിന്ദു ഐക്യമെന്നുള്ളത്, സമുദായം ഐക്യമെന്നുള്ളത് മുസൽമാനെ നെഞ്ചത്ത് കയറിയിട്ടല്ല എന്നൊരു പ്രസ്താവന കൂടെ അദ്ദേഹം നടത്തുകയുണ്ടായി. അതെ, അതാണ് യഥാർത്ഥ മറുപടി. ഓരോ സമുദായങ്ങൾക്കും ഐക്യപ്പെടാം, ഓരോ വീട്ടുകാർക്കും ഐക്യപ്പെടാം, അയൽവാസിയെ ദ്രോഹിക്കാനല്ല. ഓരോ ഗ്രാമവാസികൾക്കും ഐക്യപ്പെടാം, അപ്പുറത്തെ ഗ്രാമത്തെ ദ്രോഹിക്കാനല്ല. ഓരോ രാജ്യത്തെ സമുദായ അംഗങ്ങൾക്കും യോജിക്കാം, മറ്റൊരു സമുദായത്തെ ആക്രമിക്കാനല്ല. ഓരോ രാജ്യത്തെ ജനങ്ങൾക്കും യോജിക്കാം, മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനല്ല. കാരണം ഒരു വീട്ടിലുള്ള അനൈക്യം ആ വീട്ടുകാരന്റെ പുരോഗതിക്ക് തടസ്സമാണ്, മറ്റുള്ളവനക്ക് ബുദ്ധിമുട്ടുമാണ്. ഒരു നാട്ടിലെ ജനങ്ങളുടെ കുടുംബങ്ങളുടെ ഐക്യം, പരസ്പരമുള്ള അയൽവാസികളുടെ ഐക്യം ആ നാട്ടുകാരുടെ നാടിന്റെ വികസനത്തിനും ആ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെ വികസനത്തിനും അനിവാര്യമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനും പ്രവാചകരും ആ ലോകത്ത് സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുവാനും മനുഷ്യർക്ക് പുരോഗതി ഉണ്ടാകുവാനുമുള്ള മാർഗമായി പറഞ്ഞത് എന്താണ്? അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവരിൽ നിന്നും സമാധാനം ലഭിക്കണം. അയൽവാസികളുമായുള്ള ബന്ധത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോ മഹാനായ മമ്പുറന്തങ്ങളും കോന്തുനായരും അതുപോലെ തന്നെ പൊന്നാനിയിലെ പള്ളിയും ക്ഷേത്രവും അറക്കലും ചിറക്കലും അതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഓരോ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ പുലർത്തുന്ന സൗഹൃദം അത് ആദർശപരമല്ല, അത് വിശ്വാസപരമല്ല, അത് ആചാരപരമല്ല. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ആശയവും അവരുടെ ആശയവും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമ്മുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമ്മുടെ ആചാരങ്ങളും അവരുടെ ആചാരങ്ങളും തമ്മിൽ നമുക്ക് വലിയ ബന്ധം, വലിയ അന്തരമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയും സൗഹൃദം വെച്ച് പുലർത്തണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിരിക്കുമ്പോഴാണ് ഖുദ്സ് ജയിച്ചടക്കുന്നത്. ഖുദ്സ് എന്ന് പറയുന്നത് പരമ്പരാഗതമായ മുസ്ലിമീങ്ങളുടെ പുണ്യകേന്ദ്രമാണ്. ആ ഖുദ്സ് ജയിച്ചടക്കി വീരേതിഹാസത്തിന്റെ, സമാധാനത്തിന്റെ,
ധീരമായ ചുവട് വെച്ചുകൊണ്ട് ഖുദ്സിന്റെ മുന്നിലെത്തിയപ്പോൾ അവിടുത്തെ പാത്രിയാർക്കീസ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി ചർച്ചിന്റെ അകത്തളം തുറന്നു കൊടുത്തപ്പോൾ ഇല്ല, ഞാൻ നിസ്കരിക്കില്ല അവിടെ എന്ന് പറഞ്ഞു മാറി നിന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന സൗഹൃദത്തിന് വിഘാതം സൃഷ്ടിക്കാതിരിക്കാനാണ്. ഖുദ്സ് സന്ദർശിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും, അവിടെ ജൂതക്ഷേത്രമുണ്ട്, അവിടെ ക്രൈസ്തവരുടെ ചർച്ചുണ്ട്, അവിടെ മുസ്ലിമീങ്ങളുടെ പള്ളിയുണ്ട്. ഒരു മതിൽക്കെട്ടുകൾക്കുള്ളിൽ വ്യത്യസ്ത മതക്കാരുടെ ക്ഷേത്രവും പള്ളിയും ചർച്ചും ഒരുപോലെ തൊട്ടൊരുമി തലയൊരുമി തലോടി സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കാഴ്ച നമുക്ക് പകർന്നു തരുന്നുണ്ട്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബാ വൽ യതാമ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരി ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലക്കത് അയ്മാനുക്കും. വിശുദ്ധ ഖുർആൻ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട്, കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അയൽപക്ക ബന്ധത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അയൽപക്ക ബന്ധം പറയുന്നിടത്ത് ജാരിദിൽ ഖുർബാ വൽ ജാരി ജുനുബി എന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അകന്നവരും അടുത്തവരുമായ അയൽപക്കക്കാർ, അകന്നവരും അടുത്തവരുമായ അയൽപക്കക്കാർ എന്ന് പറയുന്നത് പല അർത്ഥത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും സഹോദരന്മാരെ. ഒന്ന്, ഒരയൽവാസി കുടുംബ ബന്ധുവും അയൽവാസിയുമാകാം, ഒരയൽവാസി മുസ്ലിമും അയൽവാസിയുമായ ഒരാളാവാം, ഒരയൽവാസി ഹൈന്ദവനായ ഒരു അയൽവാസിയാവാം, ക്രൈസ്തവനായ അയൽവാസിയാവാം. അതുകൊണ്ട് കുടുംബപരമായ അകന്ന അടുത്ത അയൽവാസി, അതുപോലെ തന്നെ കുടുംബപരമായ അകന്ന അയൽവാസി, സാമുദായികമായി അകന്നു നിൽക്കുന്ന അയൽവാസിയും സാമുദായികമായി അടുത്തു നിൽക്കുന്ന അയൽവാസിയും ഒക്കെ നമുക്കുണ്ടാവും. ഈ അയൽവാസികളെയൊക്കെ മാനിച്ച് അവർക്ക് നന്മ ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സഹോദരന്മാരെ, ലാ യുമിനു 3 തവണ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ യാ റസൂലല്ലാഹ്, ആരാണ് പൂർണ്ണനായി മുസ്ലിമാവാത്ത ആള്? ആ സമയത്ത് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പൂർണ്ണനായി മുസ്ലിമാവാത്ത ആള് അല്ലദീ ലാ യഅമനു ജാറുഹു ബവാഖിബ ബായിക, ഒരു മനുഷ്യന്റെ ശർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് അവന്റെ അയൽക്കാർ സുരക്ഷിതരല്ലെങ്കിൽ, അവർക്ക് നിർഭയത്വം ലഭിക്കുന്നില്ലെങ്കിൽ, അവർക്ക് സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് മുസ്ലിമാവാൻ കഴിയില്ല, യഥാർത്ഥ മുസ്ലിമാവാൻ കഴിയില്ലെന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അയൽപക്കങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറ്റം നടത്തിയിട്ട് ഉറിയിലെ സൈനിക ക്യാമ്പ് ആക്രമിച്ച് ധാരാളം സൈനികരെ ക്രൂരമായി കൊന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അയൽപക്ക ബന്ധമെന്ന് പറയുന്ന ഓരോ വ്യക്തികളും രാജ്യങ്ങളും കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസിന്റെ പ്രാധാന്യം നാം ശരിക്കും ഉൾക്കൊള്ളണം. ഓരോരുത്തരുടെയും അയൽപക്കക്കാർ മറ്റൊരുത്തന്റെ ശർറിൽ നിന്ന് നിർഭയനാകുമ്പോൾ അവൻ മുസ്ലിമാവുള്ളൂ എന്ന് പറഞ്ഞാൽ നിർഭയത്വമില്ലാത്ത സാഹചര്യത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് നിർഭയത്വം കുറയുമ്പോ അവന്റെ വരുമാനം കുറഞ്ഞു, അവന്റെ ചെലവുകൾ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടേണ്ടി വരും. നമ്മുടെ രാജ്യവും പാകിസ്ഥാനും ചൈനയും തമ്മിലൊക്കെ തർക്കങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അയൽപക്കക്കാരിൽ നിന്ന് നിർഭയത്വം ലഭിക്കുന്നില്ല. ഇന്ത്യക്കാരന് പാകിസ്ഥാൻകാരനും, പാകിസ്ഥാനിക്ക് ഇന്ത്യക്കാരനും, ചൈനക്കാരനും ഇന്ത്യക്കാരനും ഒക്കെ പേടിച്ച് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? രാജ്യത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും ഉപയോഗപ്പെടുത്തേണ്ട ധനം പ്രതിരോധങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ആഹാരത്തിനും മറ്റുള്ള മനുഷ്യരുടെ വികാസത്തിനും വേണ്ടി രാജ്യം ചെലവിടേണ്ട വലിയ വലിയ സമ്പത്താണ് പ്രതിരോധങ്ങൾക്ക് വേണ്ടി വാങ്ങിവെക്കുന്നത്, ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി വാങ്ങിവെക്കുന്നത്, അതുപോലെ സൈനിക സേവനത്തിന് വേണ്ടി വാങ്ങിവെക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാശ്മീരിൽ മാത്രം 5000-ഓളം സൈനികർ കൊല ചെയ്യപ്പെട്ടു, 15,000-ഓളം സിവിലിയന്മാർ കൊല ചെയ്യപ്പെട്ടു. കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമാകുന്ന ആ പ്രദേശത്ത് നടക്കുന്ന അസ്വസ്ഥതകളിൽ ആരും സന്തുഷ്ടരല്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും പരിഹാരത്തിന്റെയും മാർഗം കാണാൻ എല്ലാവരും മുന്നോട്ട് വരണം. അയൽപക്ക ബന്ധങ്ങളുടെ മാനത്തെ തകർത്തുകൊണ്ട് ഹിന്ദു മുസ്ലിമീങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങളെ പോലും മെല്ലെ മെല്ലെ ഇല്ലായ്മ ചെയ്യാനുള്ള വർഗീയവാദികളുടെ ഇതുപോലത്തെ നീക്കങ്ങളെ ഒരിക്കലും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല.